മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളെ ഓർത്ത് ആദ്യമായിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു, കഷ്ടം തോന്നുന്നു. കാരണം ജീവിതത്തിൽ മനുഷ്യൻ ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. ചില തെറ്റുകൾ അറിയാതെ സംഭവിക്കുന്നതാണ്, ചിലത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അത് ജീവിതത്തിൽ വിജയം നേടാനായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ, ചവിട്ടിത്തൊഴിച്ച് മുന്നേറിയാൽ തനിക്കെന്തോ മഹാകാര്യം സാധിക്കാനുണ്ട് എന്ന് ധരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള തെറ്റുകൾ ചെയ്യാറുണ്ട്. ചിലത് അറിഞ്ഞ് ചെയ്യാറുണ്ട്, അറിയാതെ ചെയ്യാറുണ്ട്, ചിലത് അബദ്ധമായിട്ടും പിണയാറുണ്ട്. നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മോശമായിരുന്നു എന്നും തോന്നാറൊക്കെയുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിനെല്ലാം കർമ്മത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൂടാതെയും ചിലർ ജീവിച്ചു പോകുന്നുണ്ട്. എന്നാലും ഭൂരിപക്ഷം മനുഷ്യരാശിക്കും അറിയാം, കർമ്മത്തിൻ്റെ ഒരു തിരിച്ചടി കാത്തിരിക്കുന്നു. അത് ജീവിതത്തിൻ്റെ ഏതോ ഒരു നിമിഷത്തിൽ കയറി നമ്മളെ പിടിക്കും. അതേത് നിമിഷം എന്ന് പറയാൻ സാധ്യമല്ല. എപ്പോഴാണ് നമ്മളുടെ വീഴ്ച സംഭവിക്കുക, വീഴ്ച സംഭവിച്ച് തുടങ്ങുക എന്നും പറയാൻ സാധ്യമല്ല. പിണറായി വിജയൻ ഇപ്പോൾ ഏകദേശം 80-81 വയസ്സായി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തു കൂട്ടി. രാഷ്ട്രീയത്തിൽ വലിയ ആളാവാൻ, പാർട്ടിയിൽ വലിയ ആളാവാൻ, പോലീസിൽ സ്വാധീനമുണ്ടാക്കാൻ, പാർട്ടിക്കുള്ളിലെ ശത്രുക്കളെ അമർച്ച ചെയ്യാൻ, രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ, മന്ത്രിയാവാൻ, മുഖ്യമന്ത്രിയാവാൻ, പാർട്ടി സെക്രട്ടറി ആവാൻ എന്തെല്ലാം നിങ്ങൾ ചെയ്തു. 1969 വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിൽ നിങ്ങളെ ഭയന്ന് ദൃക്സാക്ഷികൾ പോലും സാക്ഷി പറയാൻ മടിച്ചു. ആ ക്രൂരമായ കൊലപാതകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങനെ എത്രയോ രക്ഷപ്പെടലുകൾ, പ്രൊവിഡൻഷ്യൽ എസ്കേപ്പ് എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന രക്ഷപ്പെടലുകൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. നിങ്ങൾ ഒരിക്കൽ പോലും തെറ്റിദ്ധരുത്താൻ ശ്രമിച്ചതായ ഒരു ചരിത്രം കാണുന്നില്ല. തെറ്റാണ് എന്ന് നിങ്ങൾ പോലും ഉള്ളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും സമ്മതിച്ച ലക്ഷണവും കാണുന്നില്ല. പ്രകൃതി മനുഷ്യന് ധാരാളം അവസരങ്ങൾ കൊടുക്കാറുണ്ട്, തെറ്റ് തിരുത്താനായിട്ട്, പശ്ചാത്തപിക്കാനായിട്ട്, തൻ്റെ തെറ്റ് ഏറ്റുപറയാനായിട്ട്. തൻ്റെ തെറ്റുകൾ കൊണ്ട് ജീവിതം തന്നെ തകർന്നുപോയ ആളുകളോട് ഒരു വരി ക്ഷമാപണം ചെയ്യാനായിട്ട് ഇതിനെല്ലാം അവസരം പ്രകൃതി ഒരുക്കാറുണ്ട്. ചിലപ്പോൾ ആ അവസരം പോലും പ്രകൃതി തരാറില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രകൃതി തന്ന ഒരുപക്ഷെ അവസാനത്തെ അവസരമായിരുന്നു ഇന്നലത്തെ റെയ്ഡ്. ആ റെയ്ഡ് കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾ പുറത്തു വന്ന് ശാന്തനായിട്ട് മാധ്യമങ്ങളോട് പറയും എന്ന് ഞാൻ വിചാരിച്ചു. അതായത്, ഈ കേസ് എൻ്റെ പേരിലുള്ളതല്ല, എൻ്റെ മകളുടെ പേരിലുള്ളതാണ്. മകളെ അന്വേഷിച്ചാണ് ED ഇവിടെ വന്നത്. അവളുമായിട്ട് സംസാരിച്ചു, അവളുടെ നിന്ന് എന്തോ ഡോക്യുമെൻ്റൊക്കെ വാങ്ങിച്ചു. അവർ തിരിച്ചുപോയി. എനിക്ക് ഈ കേസുമായിട്ട് ബന്ധമില്ല. പ്രായപൂർത്തിയായ മകളാണ്, അവൾ ബിസിനസ് ചെയ്തു, അതിലെന്തോ കുഴപ്പം വന്നു എന്ന് പറയുന്നു. കേസുണ്ടായി എന്ന് വിചാരിച്ച് എനിക്ക് മകളെ ഉപേക്ഷിക്കാൻ സാധ്യമാണോ? അല്ല. കേസിൽ പെട്ടു എന്ന് വിചാരിച്ച് മകൾക്ക് എന്നെ അച്ഛനല്ലാതെ കാണാൻ കഴിയുമോ? അതുമില്ല. അതുകൊണ്ട് മകളായി, മകളുടെ പാടായി, അവളുടെ കേസായി, അതവൾ ഫൈറ്റ് ചെയ്യും. ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും അവൾ സഹായം ചോദിച്ചാൽ ചെയ്തു കൊടുക്കാവുന്നതാണെങ്കിൽ, നിയമപരമാണെങ്കിൽ ഞാൻ ചെയ്യും. അതല്ലെങ്കിൽ അവളുണ്ട്, അവളുടെ ഭർത്താവുണ്ട്, അവളുടെ കമ്പനിയുണ്ട്, അവർ നോക്കിക്കോളും. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കേസാണ്, എനിക്കതിൽ പങ്കില്ല. എൻ്റെ വീട്ടിൽ അവർ വന്നത് എൻ്റെ മകളെ തേടിയാണ്. എൻ്റെ മകൾ 2-3 സ്ഥലത്ത് ഉണ്ടാവാം എന്ന് EDക്ക് തോന്നി. ഒന്ന് ഈ വീടാണ്, വേറൊന്ന് എൻ്റെ ഒറിജിനൽ വീട്, മൂന്നാമത് അവളുടെ ഭർത്താവിൻ്റെ വീട്. ഈ 3 വീട്ടിലും പിന്നെ അവളുടെ ഓഫീസ്, അത് സംബന്ധിച്ച
പല സ്ഥലത്തും അങ്ങനെ 10-12 സ്ഥലത്ത് അവർ പോയി എന്ന് പറയുന്നു. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. എനിക്ക് ആരോടും പകയോ വൈരാഗ്യമോ പരിഭവമോ ഒന്നുമില്ല. കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, സർവോപരി ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ കൈയടിച്ച് ഞാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, അഭിനന്ദിക്കുമായിരുന്നു. നിങ്ങൾ ആ പറഞ്ഞതിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്നവരുണ്ടാകാം. അതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിയാൻ പറ്റുമോ? ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ? ശരിയാണ്, അതിലെല്ലാം ചില ശരികളുണ്ട്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഈ കേസിൽ നിങ്ങൾ ഇതുവരെ പ്രതിയല്ലല്ലോ. നിങ്ങൾ വാദിയോ പ്രതിയോ സാക്ഷിയോ ഒന്നുമല്ല ഇതുവരെ. ഇനി നാളെ ആകുമോ എന്ന് എനിക്കറിയില്ല. ആവാനുള്ള മെറ്റീരിയലെല്ലാം ആ ഡോക്യുമെൻറ്റ്സിലൊക്കെ കാണുന്നൊക്കെയുണ്ട്. പക്ഷേ ED നിങ്ങളെ പ്രതിയാക്കിയിട്ടില്ല, SFIO നിങ്ങളെ പ്രതിയാക്കിയിട്ടില്ല, ഹൈക്കോടതി നിങ്ങളെ പ്രതിയാക്കിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളിപ്പോഴും ടെക്നിക്കലി ക്ലീനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ക്ലീനായിട്ട് നിൽക്കുന്ന നിങ്ങൾ എന്തിനാണ് മകളുടെ കേസ് എൻ്റെ കേസാണ്, പാർട്ടിയുടെ കേസാണ്, ഈ ആക്രമണം പാർട്ടിയുടെ നേർക്കാണ് എന്ന് പറയുകയും നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂതഗണങ്ങളെ ഇറക്കിവിട്ട് ഈ ഷോ കാണിക്കുകയും ചെയ്തത് എന്തിനാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വിചാരിച്ചു ഇത് വീണ് കിട്ടിയ ഒരവസരമാണ്, എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഈ ക്രൈസിസ് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ പാർട്ടിയിൽ നിന്ന് ആഭ്യന്തര ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ ആക്രമണങ്ങൾക്കെല്ലാം അവസാനമായി ഈ ആരോപണം, ഈ സംഭവം എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ തൽക്കാലം കാര്യങ്ങൾ നടന്നു. നിങ്ങളുടെ ഭൂതഗണങ്ങളെല്ലാം ഇളകി. നിങ്ങൾ പിൻവാതിൽ നിയമനം കൊടുത്തവർ, നിങ്ങൾ കൈക്കൂലി കൊടുത്തും പ്രലോഭിപ്പിച്ചും പിന്നെ നിഷ്കളങ്കമായും ഒക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിരത്തിലിറങ്ങി. നിങ്ങളുടെ വിമർശകരെല്ലാം നിങ്ങളുടെ ആരാധകരായിട്ട് മാറി. ഫേസ്ബുക്കിലും വാട്സാപ്പ് സ്റ്റാറ്റസിലും എല്ലാം നിങ്ങളുടെ ഫോട്ടോ നിറഞ്ഞു. പാർട്ടി സടകുടഞ്ഞെണീറ്റു. തെരുവുകൾ മുഴുവൻ യുദ്ധക്കളമായി. ഇനിയിപ്പോൾ യുദ്ധക്കളമാകാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇത്തരം ആയുധങ്ങൾ ധാരാളമുണ്ട് എന്ന് കേരള ജനതയ്ക്ക് അറിയാം. നിങ്ങൾക്ക് ഈ ഒരു ഷോ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഈ ഷോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു 2 ആഴ്ച വരെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിലപ്പുറം സാധിക്കുമോ മിസ്റ്റർ പിണറായി വിജയൻ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആഭ്യന്തര വകുപ്പില്ല, പോലീസില്ല. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ SFI, DYFI, CITU, പിന്നെ NGO, യൂണിയൻ, ഇവരുടെയൊക്കെ കുറേ ഗുണ്ടകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അവരിൽ തന്നെ ശാന്ത സ്വഭാവക്കാർ തെരുവിലിറങ്ങുകയില്ല. നിങ്ങൾക്ക് തെരുവുകൾ അധിക ദിവസം തീയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇതിന് ജനങ്ങൾ ശക്തിയായി തിരിച്ചടിക്കും. ഭരണകൂടം നിങ്ങൾക്കെതിരെ തിരിയും. നിങ്ങൾ ചെയ്ത വലിയൊരു അബദ്ധം ഈ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതിലൂടെ നിങ്ങൾ അമിത് ഷാ എന്ന ചാണക്യൻ്റെ റഡാറിൽ പെട്ടു എന്നതാണ്. ഇതിനു മുമ്പ് പല മന്ത്രിമാരും ഈ അടവ് പയറ്റിയിട്ടുണ്ട്. അക്രമത്തിലൂടെ EDയെ അടിച്ചോടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചതിലും വലിയ സർക്കസ് കാണിച്ച സ്ത്രീയാണ് ബംഗാളിൽ മമതാ ബാനർജി. അവർ ED ഉദ്യോഗസ്ഥന്മാരെ ലോക്കൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു. ED റെയ്ഡ് ചെയ്തെടുക്കാൻ വിചാരിച്ച കമ്പ്യൂട്ടറുകൾ അവർ സ്നാച്ച് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നിയമം അവരുടെ പിന്നാലെ പോയി. നാട്ടുകാർ അവർക്കെതിരായി. അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. സ്വന്തം നിയോജക മണ്ഡലത്തിൽ വരെ മമതാ ബാനർജി പരാജയപ്പെട്ടു. നിങ്ങൾക്ക് ആ ഒരു ഇഗ്നോമിനി ഉണ്ടായില്ല. നിങ്ങൾ സ്വന്തം നിയോജക മണ്ഡലത്തിൽ എങ്ങനെയോ തട്ടിപ്പൊത്തി ജയിച്ചു. അത്രയെങ്കിലും നിങ്ങൾക്ക് അഭിമാനിക്കാം, ആശ്വസിക്കാം. പക്ഷേ നിങ്ങളുടെ ഈ ബലപ്രയോഗം, നിങ്ങളുടെ ഈ വെല്ലുവിളി ഇന്ത്യൻ യൂണിയനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയോ മർദ്ദിച്ചോ
അവരെ പുറകോട്ട് പിൻവലിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്കൊട്ടും ഭൂഷണമല്ല. ഭൂഷണമല്ലാത്ത പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ശീലമുള്ളതിനാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഭൂഷണമല്ല എന്നുള്ള വാക്കിനേക്കാളും അത് അപകടകരമാണ് എന്ന മുന്നറിയിപ്പ് തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നോ മിസ്റ്റർ പിണറായി വിജയൻ, യു കനോട്ട് വിൻ വിത്ത് സച്ച് ഹൂളിഗനിസം. ഈ ഗുണ്ടായിസം കൊണ്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കുഴപ്പത്തിൽ ചാടുകയുള്ളൂ. ഇപ്പോൾ മകളുടെ കേസ് ഏകദേശം നിങ്ങൾ ഏറ്റെടുക്കുകയും തദ്വാരാ നിങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കുകയും ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ വാർദ്ധക്യത്തിൽ ഇതേ ധർമ്മസങ്കടത്തിൽപ്പെട്ട ആളാണ്. ഹൃദയവേദനയോടെ മരിച്ചുപോയ ആളാണ്. കോടിയേരി മരിച്ചപ്പോഴും മരിക്കാൻ തുടങ്ങുമ്പോഴും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് പോട്ടെ. ഏതായാലും ആ മനുഷ്യൻ ഒരു മാന്യത കാണിച്ചു. എൻ്റെ മകൻ കുറ്റക്കാരനാണെങ്കിൽ നിയമം അവനെ ശിക്ഷിക്കട്ടെ, ഞാൻ അത് ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. അതോടെ കോടിയേരി ആ കേസിൽ നിന്ന് മുക്തനായി, പാർട്ടിയും ആ കേസിൽ നിന്ന് മുക്തരായി. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മകളെ തള്ളിപ്പറയണ്ട, മകളുടെ കേസിന് തള്ളിപ്പറഞ്ഞാൽ മതി. ആ കേസ് എൻ്റെ കേസല്ല, എൻ്റെ പാർട്ടിയുടെയും കേസല്ല എന്ന് പറയുന്ന നിമിഷം നിങ്ങൾക്ക് മനസ്സമാധാനം തിരിച്ചു കിട്ടും, പാർട്ടിക്കാർക്കും സമാധാനമാകും. മകളുടെ കേസ് കോടതിയിൽ ഫൈറ്റ് ചെയ്ത് തീർക്കുക. ഏതായാലും ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി ആണല്ലോ, കുത്തിക്കൊലയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മിക്കവാറും തടവ് ശിക്ഷയും ഉണ്ടാവില്ല, പിഴ ശിക്ഷയായിരിക്കും. പണം ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് പിഴയിട്ട് കഴിഞ്ഞാൽ ആ കേസിൽ നിന്ന് മകൾ മോചിതയാകും. കേസുമായി സഹകരിച്ചാൽ മേ ബി ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം. അത് കഴിഞ്ഞാൽ പൂർവാധികം ശോഭയോടെ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും നെഞ്ചു വിരിച്ച് ഈ നാട്ടിൽ നടക്കാമായിരുന്നു. അങ്ങനെ നടക്കാനുള്ള അവസരം നിങ്ങളായിട്ട് കളഞ്ഞു കുളിച്ചു. കാരണം നിങ്ങൾക്കാവശ്യം ഇപ്പോൾ പാർട്ടിയിലെ ആധിപത്യമാണ്. പാർട്ടിയിൽ നിങ്ങൾക്കെതിരെ ഉയരുന്ന സ്വരങ്ങൾ അടിച്ചമർത്താൻ കിട്ടിയ ഈ ചാൻസ് അത് കളയരുത് എന്ന് നിങ്ങൾ തീരുമാനിച്ചതിലൂടെ തെറ്റിൽ നിന്ന് അടുത്ത വലിയ തെറ്റിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നു. എന്തൊരു കഷ്ടം, എന്തൊരു മഹാപരാധം. പ്രകൃതി നിങ്ങൾക്ക് തന്ന ഈ അവസരവും നിങ്ങൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു അവസരം പോലും പ്രകൃതി തരും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് അവസാനത്തെ അവസരമായിരുന്നു. ജീവിതം മുഴുവൻ അവസരങ്ങൾ കിട്ടിയ മനുഷ്യനാണ് നിങ്ങൾ. അതെല്ലാം നിങ്ങൾ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. നിങ്ങൾ ഒരിക്കൽ പോലും പശ്ചാത്തപിച്ചില്ല, ഒരിക്കൽ പോലും തെറ്റ് സമ്മതിച്ചില്ല. നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും കാലം അത് തെളിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞില്ലേ, എനിക്കിത്ര വോട്ട് കിട്ടിയില്ലേ എന്ന ധാർഷ്ട്യം കലർന്ന ചിന്തയും സംസാരവുമായിരുന്നു എക്കാലവും നിങ്ങൾക്ക്. വാർദ്ധക്യത്തിൽ ഇനിയിപ്പോൾ എനിക്ക് എന്ത് വരാനാ എന്നൊരു ചിന്ത ആളുകളെ പിടികൂടാറുണ്ട്. ഇനിയിപ്പോൾ വന്നും പോയി എത്ര കാലം, എന്ത് വരാനാണ്? അങ്ങനെയല്ല. ഒരു നിമിഷത്തിന് ഒരു യുഗത്തിൻ്റെ ദൈർഘ്യം തോന്നിക്കുന്ന വേദന അത് വാർദ്ധക്യത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരിക. വേദന ഒരു നിമിഷമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ അനുഭവം അതിന് ഒരു യുഗത്തിൻ്റെ ദൈർഘ്യം കൊടുക്കും. നിസ്സാര കാര്യമല്ല. ഇതൊക്കെ കാരണവന്മാർ പണ്ടേ എഴുതി വച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അനുഭവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. എത്രയോ പേരുടെ അനുഭവം മുമ്പിലുണ്ട്. എന്നാലും എനിക്കിതൊന്നും ബാധകമല്ല. ബഹുമാനിയ ഞാൻ ആരെയും തൃണമൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ള ഏകാധിപതികൾക്കെല്ലാം ദയനീയമായ പതനമാണ് നേരിടേണ്ടി വന്നത്. അത് മനസ്സിൽ വയ്ക്കുക. ഇനി നിങ്ങൾക്കൊരു തിരിച്ചുപോക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി നിങ്ങൾക്ക് തെറ്റുതിരുത്താൻ ഒരവസരം കിട്ടുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിണറായി വിജയൻ, നിങ്ങളുടെ ഗ്രഹണം നടന്നു കഴിഞ്ഞു. നിങ്ങളുടെ പ്രകാശം മൊത്തം നിഴലിൻ്റെ പിന്നിലേക്ക് മാറിക്കഴിഞ്ഞു. ഗ്രഹണം കഴിഞ്ഞാൽ അസ്തമയമാണ്. ഇനി നിങ്ങളുടെ അസ്തമയത്തിൻ്റെ സമയം. അസ്തമയത്തിൻ്റെ സമയത്തും ഒരല്പനേരം കത്തിജ്വലിക്കാൻ ഏത് വിളക്കിനും സാധിക്കും. ഒരുപക്ഷെ നിങ്ങളും കുറച്ച് നാൾ കൂടെ പൂർവാധികം ഭംഗിയായിട്ട് കത്തിജ്വലിച്ചു എന്ന് വരും. അത് കെടാൻ പോകുന്ന തിരികളെ ആളിക്കത്തലാണ് എന്ന് മാത്രം മനസ്സിലാക്കുക.
ഇത്രയും പോലും മനസ്സിലാക്കാൻ നിങ്ങളുടെ ധാർഷ്ട്യം നിങ്ങളെ അനുവദിക്കില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടം. മിസ്റ്റർ പിണറായി വിജയൻ, ഗുഡ് ബൈ. താങ്ക് യു.